ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ വിധി വന്ന് 1 കൊല്ലം പിന്നിട്ടിട്ടും പ്രതി ആരെന്ന ചോദ്യം ബാക്കിയാണ്. കോടതി വെറുതെ വിട്ട അർജുൻ തന്നെയാണ് പ്രതിയെന്ന് 6 വയസ്സുകാരുടെ കുടുംബവും പോലീസും എപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. കുട്ടിയുടെ കുടുംബം ഹൈക്കോടതി നൽകിയ അപ്പീലിൽ പ്രോസിക്യൂട്ടറെ ഇതുവരെ സർക്കാർ നിയമിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ 6 വയസ്സുകാരിയുടെ കുടുംബം നൽകിയ അപ്പീലിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേഗത്തിൽ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 10 മാസമായി ഇത് പാഴ്വാക്കായി തുടരുകയാണ്. സർക്കാരിന്റെ ആവശ്യപ്രകാരം പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ 3 പേരുടെ പേരുകൾ കുടുംബം നൽകിയിട്ടുണ്ട്. രാജേഷ് മേനനെയാണ് നമ്മൾ മുഖ്യമന്ത്രി അടുത്ത് പറഞ്ഞത്. പെറ്റിമേപ്പിൽ കൊടുത്തതും അദ്ദേഹത്തിനെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് തന്നെ പ്രോസിക്യൂട്ടർ ആക്കാമെന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തിരുന്ന് 3 പേരുടെ പേര് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരുടെ പേരെന്ന് പറഞ്ഞപ്പോൾ സന്ദീപും ഒരു രാധാകൃഷ്ണൻ അങ്ങനെ 2 പേരുടെ വയ്ക്കൽ പേരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുവരെ 1 വർഷം 10 മാസം പിന്നിട്ടിട്ടും ഒന്നും തന്നെ നടപടിയായിട്ടില്ല. അർജുന്റെ കുടുംബത്തിന്റെ ഭീഷണി ഭയന്നാണ് ഇവർ ഇപ്പോഴും കഴിയുന്നത്. ഇവൻ വെളി നടക്കുവാണെങ്കിൽ ഇനിയും അവന് ഇതുപോലത്തെ കാര്യങ്ങൾ അവൻ ചെയ്യും. അത് കാരണം അവന് ശിക്ഷ കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ വേണേലും പോകും. എന്നെ കുത്തിയേറ്റി എന്റെ അപ്പനെ കുത്തി എല്ലാം കൊല്ലണമെന്നുള്ള രീതിയിൽ തന്നെ ഒരു കരുതിക്കൊണ്ടിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞാൽ കേസ് നടത്താൻ ആളില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി തന്നെ അവർ തീരുമാനിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത്. പെൺകുട്ടിയുടെ സമീപവാസിയായ അർജുൻ പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കട്ടപ്പന പോക്സോ കോടതി വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. ഇതുൾപ്പെടെ തെളിയിക്കാനുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് സർക്കാരിന്റെ അലംഭാവം മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. 24 ഇടുക്കി. കൂടുതൽ വിവരങ്ങളുടെ രാഹുൽ വിജയൻ നൽകും. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, പറയൂ. എസ്കെൻ, 2021 ജൂൺ 30-നാണ് ഈ വണ്ടിപ്പെരിയാർ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നത്. അതിൽ 2.5 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബർ 14-നാണ് കട്ടപ്പന പോക്സോ കോടതിയുടെ ഒരു വിധി വരുന്നത്. അതായത് പ്രതിയായിരുന്ന അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒറ്റ വാക്കിൽ വിധി പ്രസ്താവം എല്ലാവരെയും ഞെട്ടിച്ചതായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഈ അർജുൻ തന്നെയാണ് പ്രതി എന്ന് ആരോപിച്ചുകൊണ്ട് ഈ കുടുംബവും പോലീസും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ ആ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സർക്കാർ ഇതുവരെ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു കുടുംബ നീതി തേടിയുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം ഉണ്ടായിരിക്കുന്നു. ഈ കുടുംബം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. മുഖ്യമന്ത്രിയും ഉറപ്പ് നൽകിയതാണ്, ഇവർ ആവശ്യപ്പെടുന്ന പ്രോസിക്യൂട്ടറെ തന്നെ നിയമിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പ് ഇപ്പോഴും പാഴ്വാക്കായി തന്നെ തുടരുകയാണ്. കുടുംബം മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പ്രകാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ട വേളയിൽ ഒരു 3 പേരുടെ പേര് നിർദ്ദേശിച്ചിരുന്നു. ആ 3 പേരുടെ പേരും പരിഗണിക്കാതെ ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഇടുക്കി MP ഉൾപ്പെടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അന്വേഷണം നടത്തിയെങ്കിലും അത് രേഖാമൂലം കുടുംബത്തെ അറിയിച്ചുകൊള്ളാം എന്നുള്ള മറുപടിയാണ് ഇടുക്കി MPക്ക് പോലും ലഭിച്ചത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുകയാണ്. പോലീസ് കണ്ടെത്തിയ ആൾ പ്രതിയല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ ആരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടണം, ആ 6 വയസ്സുകാരിക്ക് നീതി കിട്ടണം. അതിനുവേണ്ടിയുള്ള നടപടി സർക്കാരും എത്രയും വേഗം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. രാഹുൽ വിജയൻ, താങ്ക് യു.